അപ്പൊ ടീമെ നമ്മ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ പോവാൻ വേണ്ടി നിക്കാണ്. നമ്മളെ ചെക്കനെ കൊണ്ടുപോകണില്ല. ഇത്ര ആളുണ്ട്, ആളിലൊന്ന് കാണിച്ചു കൊടുത്താ. ഇത്ര ആളുണ്ടായിട്ട് നമ്മളെ ചെക്കനെ കൊണ്ടുപോകണില്ല. ചെക്കൻ ചെയ്യുന്ന സങ്കടം ഉണ്ട്. ആ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും എന്നെ കൊണ്ടുപോകില്ല. അവനതാ കാണിക്ക്, ഇവനതാ അടുത്ത കൊല്ലം ടോപ്പ് ട്രിപ്പിൽ പിന്നെ നമ്മ ട്രിപ്പ് പോണോണ്ട് ചെറിയൊരു വെടിക്കെട്ടെല്ലാം ഉണ്ട്. ആ കവർ ഇത് പൊട്ടണണ്ടാ തന്നെ ആള് നെട്ടും. ഇത് പൊട്ടിക്കുന്ന ആളാരെന്നറിയോ? നമ്മളെ ചെക്കൻ അല്ല, നമ്മളെ ചെക്കൻ അമ്പിളിണ്ട്. അമ്പിളിനെ കാണിച്ചു കൊടുത്താ കണ്ടേ? നീ ക്യാമറമാനെ കണ്ടിട്ടില്ല എന്നുള്ള പരാതി പറയരുത്. അവനെ ഒന്ന് കാണിച്ചു കൊടുത്താ. പിന്നെ നമ്മളെ കാറിലുള്ള ചെക്കന്മാരെ ഡ്രൈവറെ കാണിച്ചു തന്നിട്ടില്ലേ? ഡ്രൈവർ ഇതാ. ഡ്രൈവറെ എന്താ പറയാണ്ടേ? എന്താ പറയാ, നമ്മ ട്രിപ്പ് പോവാൻ നമ്മളെ ചെക്കൻ ചെന്താ പറയാണ്ട്? അവന്റെ അടുത്ത് പോയിക്കാം. അവനിക്കൊന്നില്ലേ? അത്രേ ഉള്ളൂ. ഉഷാറല്ലേ? അപ്പൊ എല്ലാരും സെറ്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ തുടങ്ങല്ലേ? പൊട്ടിക്കാണ്ടേ? வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் ஆசை புன்னகை மூஞ்சையில் ഇനി പോവാണ്ടല്ലേ? ഒരു ടൂർ പോവാനേ പ്ലാൻ ചെയ്തിട്ട് പമ്പി കയറിങ്ങാണ്ട് കളിക്കുന്നതാണിത്. മനസ്സിലായേ? 4 ആള് ഇവിടെ ഫോട്ടോ അടിക്കാന്, 4 ആള് അവിടെ പോയി ഫോട്ടോ അടിക്കാൻ. ആ ഒരാളതാ ടീഷർട്ട് മാറ്റി ഇറങ്ങി. ഇതാണ് അവസ്ഥ. അതാണ് അവസ്ഥ. കണ്ടേ? ഇതാണ്ടേ 2 ആള് ഇവിടെ ഫോട്ടത്തിന് പോസ്റ്റ് ചെയ്യും. 2 ആളതാ ഒറ്റക്ക് സെൽഫി അടിക്കുന്നു. ഇതാണ് അവസ്ഥ. ട്രിപ്പൊന്നും പോണ്ട മക്കളെ. അപ്പൊ ആ ട്രിപ്പ് എവിടെ വരെ എത്തി? ട്രിപ്പ് ഇപ്പൊ ചുരം കേറിക്കൊണ്ട് നിക്കാണ്. പാറ്റെല്ലാം കയറുന്ന വണ്ടിയില്. അപ്പൊ നല്ല രസം ഉണ്ടാവും. അപ്പൊ നമ്മ ഗ്ലാസ് വെക്കാൻ പോവാണ്. നമ്മള് ഗ്ലാസ് കൂട്ടേണ്ടി വരും. തേനീച്ചാണ്. വയനാട്ടിൽ വരണ്ടല്ലോ ഞാനും. ഇല്ല, എന്നാരും വേണ്ട. ഇവിടെ ഫുള്ള് കടന്നാണ്. നല്ല വൈബാക്കലിട്ടാ. പക്ഷെ കുറച്ചാളിനെ കണ്ടങ്ങള് കണ്ട, ഒരാള് കണ്ണു തുറന്നല്ല ഉറങ്ങണ്. റേസിന്റെ ബാക്കിയാണ്. ശരിയല്ല, ഭയങ്കര സ്പീഡാണ്. അല്ലെങ്കിൽ സെക്സിയാണ്. നമ്മളെ ലോറിനെ അതിസാഹസികമായി തോപ്പിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. മഞ്ഞില്ലാത്ത ലഡാക്കിലെത്തി. മഞ്ഞില്ലാത്ത പച്ചപ്പ് മാത്രമേ ഉള്ളൂ. ചെക്കന്മാരെ കണ്ടില്ല, നടന്ന് ക്ഷീണിച്ചീ. ഒന്നും നോക്കണ്ട. അടിക്കാക്കി അത് കണ്ട നിക്കുന്നുണ്ട് ടീം. നമ്മളെക്കാട്ടി ഫസ്റ്റിലെത്തിന്. ഇവിടെ വേറെ ടീം വരെ നോക്കാം. സ്പോട്ടുണ്ട് മരച്ചോട്ടിരുന്ന് ചെറിയ ട്രിപ്പാന്ന് വിചാരിച്ച് വന്ന, പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് സെറ്റായി, വൈബായി. ചെക്കന്മാരോട് ചോദിച്ചു നോക്കാൻ. വരുന്ന ആളോടെല്ലാം ചോദിക്കും. സംഭവം എങ്ങനെ? സ്പോട്ട് എങ്ങനെ? ഉഷാറല്ലേ?
സൈദേ സ്പോട്ട് എങ്ങനെ? ടാറ്റർ പോണേ സർച്ച് വർജി 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 ആ മറ്റേ വാസുട്ടനെ കാണിക്കും. വാസുട്ടനെ കാണിച്ചു കൊടുക്കും. പാസൊക്കെ എടുക്കണുണ്ട് മൂന്നാല് പമ്പൊക്കെ എടുത്തു. ആ വാസുട്ടനെ അമ്പിളിനെ കാണിച്ചു കൊടുക്ക്. അമ്പിളിനെ കാണിച്ചു കൊടുത്തേ. ആദ്യം അമ്പിളി എന്ന് പറയും. ആദ്യം എന്താണ് പേര്? എടാ പുളി പുളി പുലിയെ എടാ സാബിത്ത പുലി വന്നിട്ടാ ആ പുലി ചോന്ത പുലി ചോന്ത പുലി ഒട്ടക പുലി 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 വീണ്ടും വന്നു പറയാതെ വന്നില്ലേ? കൊമ്പൻ കൊമ്പൻ പുള്ളിമാന് ശ്രീകുട്ടായി കഴിഞ്ഞിട്ടില്ലേ? കുതിര കണ്ടോ എല്ലാരും? നിങ്ങൾ കണ്ടില്ലേ? ഇതായി ഗൈസ് ഫുള്ള് കുതിര കുതിര. ആ മാന് പുള്ളിമാന്. ഇവിടെ തന്നെ ആര് പറഞ്ഞു? പാർക്കത അവിടെ ചെയ്യാ. പാർക്കിംഗ് ആണ്. കൊറേ മക്കളുണ്ട് ഇവിടെ. ഞങ്ങള് വലിയ വലിയ ഫുള്ള് വൈബാണ് ഇവിടെ ചെയ്യണേ. നമ്മ നല്ല ഓടിക്കന്തി ആ പറഞ്ഞു. എങ്ങോട്ട് നോക്കണേ? ഒട്ടകം മുഫ്രകളൊക്കെ നാട്ടിൽ നല്ല റെയർ ആയിട്ടുള്ള ഇനമാണ്. ഇതൊരു കുതിരയാണ്. ഇതിന്റെ പേര് ചോന്തറായി എന്നാണ്. ചോന്ത ടീസർട്ട് റെഡ് റായി എന്നാണ് ഇംഗ്ലീഷ്. എവിടം വരെ പോയത് വണ്ടി? ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് ഫുള്ള് കൊക്കാന്ന്. കർത്തറായി കഴിച്ചില്ലായി. സർപ്രൈ ഇതും കർത്തറായി. ഇവിടെ ഒരു നായുണ്ട്. നായ് ബർജിത കാറുള്ളി. ട്രിപ്പ് വന്ന കോലം നോക്ക്. ട്രിപ്പ് കൂടുന്നാണ്. എന്താ മോനെ നെയിം എന്താ? ഇത്തിക്കാരൻ പക്കി. ഇത്തിക്കാരൻ കിർക്കി. അസികാക്കനെ മോനെ. ആ അവിടെ കണ്ട മേലെ ചാക്കലും ആള് കേൾക്കാം. രണ്ടാളുടെ ഉള്ളിൽ ഐസ്ക്രീം. ഡോൺ ഐസ്ക്രീം വേണ്ടി ഡോൺ ഐസ്ക്രീം. വീഡിയോ ഇട്ടണം. ചാർജ് വീഡിയോ കറക്റ്റ് ആയിരിക്കും. എന്ത് എന്തുള്ള എന്ത് പേപ്പർകോൺ 30 പേപ്പർകോൺ വേടാ കണ്ടുവരുമ്പോ അങ്ങനെ ഒരു കുതിരാണീ പോണേ. എന്ത് അത്ര അവസാനം പേപ്പർകോൺ അല്ല എന്നാ പറയാ. സാധാ ഐസ്ക്രീം ആണ് സംഭവം. പേപ്പർകോൺ പറഞ്ഞ ആളെ കാണിച്ചു കൊടുത്താ. സിസ്പെക്കുള്ള കുതിരാണ് ഈ പറഞ്ഞത്.
പിന്നെ ഇവന് പിന്നെ ബേ മല കയറുന്നോണ്ട് ഷോക്സ് കാണിച്ചോടുത്ത ഷോക്സ് കാണിച്ചോടി എന്നാട് ബേ മല കയറുന്ന ആളാണ് ഓരമ്മനെ പറഞ്ഞ ഓട്ടുള്ള ഷോക്സ് കൊണ്ടുപോയാൽ മതി. എല്ലായിടത്തും ഐസ്ക്രീം വണ്ടി അല്ലേ, ഫുൾ ഐസ്ക്രീം. ചിൽഡ്രൻസിന് 10 നമ്മളിതേ ഒരു ചിൽഡ്രൻ എന്താ അർഗുമില്ലാജ് മോനാണ് അർഗുമില്ലാജ്. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതാ, ഫുള്ള് പൈസ. 250 ഇതാ കുതിര, കുതിരല്ല കുതിര, പരസ്യം ചെയ്യാനുള്ള കുതിര. അവിടെ കുതിര, ഇത് കരിമ്പൻ കുതിര, ഇത് കാപ്പൻ കുതിര, ഇത് ചെറിയ കുതിര, ഇതിന്റെ അപ്പുറത്ത് ചെറിയ ദർവാസിന്റെ കുതിര. ആ കുതിര ഈ ആര്യ കണ്ടി, ഞങ്ങൾ ആര്യ കണ്ടില്ലേ, ഞങ്ങൾ ആര്യ കണ്ടില്ലേ, ഈ കണ്ടില്ലേ ആര്യ കണ്ടില്ലേ, കണ്ടില്ലേ ആര്യ ഇജു കണ്ടിട്ടില്ലേ. നമ്മൾ ചക്കന് പിന്നെ നമുക്ക് പേടി, നമുക്ക് പൊട്ടുവാണെങ്കിൽ അരേ മണി തൂക്കി എടുക്കാനല്ലേ. ഈ കുതിരമ്മൽ ആർക്ക് കയറാൻ പറ്റിയെന്ന് ഇത് ബെഞ്ച് വേണ്ടി പറഞ്ഞടിപ്പിച്ചിരുന്നാണ്. കുതിരാണ്ടത് മന്ദന്മാരെ അമ്മക്ക് അറിയില്ലട്ടോ. പുലിനെ നായിനെ അറിയാത്ത പൊട്ടനാണ്ടാ. ഇതെങ്ങോട്ട് പോക്ക്? ഇവിടാണ് ഫസ്റ്റ്. ഇവിടുത്തെ ബോർഡെല്ലാം വേണേ കണ്ടോ, ഇനിയിപ്പോ കണ്ടിട്ട് ഞാൻ തന്നെ പറയണം. അല്ല ഇവിടെ ആൾക്കാരുണ്ട്, അതിന്റെ കൂടെ ഉള്ള ഒരാളാണ് ചാടി വന്നാണ് പവനോട് ചിൽഡ്രൻസ് കണ്ടേ നല്ല ചായ. റോഡെല്ലാം പൊളിഞ്ഞു. ഈ റോഡ് ഉണ്ട്, ഇതിന്റെ കോൺട്രാക്ടറിനെ കണ്ടിട്ടില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്. നമ്മൾ ആദ്യമായിട്ടാണ് ബെന്നെ കഴിക്കാൻ പോകുന്നത്. കഴിച്ചാൽ എന്തെങ്കിലും ആവുന്നൊന്നും അറിയില്ല കേട്ടോ. ലോസിക്കെല്ലാം കിട്ടും, അതെല്ലാം മുഫ്രൈൻ കിട്ടണം ഇവിടെ. അയാൾക്ക് അത്ര മുഫ്രൈൻ ചങ്ങായല്ലേ, പിന്നെ എങ്ങനെ അടിക്ക് ഇതെന്ത് വന്ന് പറഞ്ഞിട്ട് 3 ഫുള്ളെടുത്ത് കടി പൂത്ത് പോലത്തെ മക്കളതാ. ഇപ്പൊ എനിക്കല്ല 12 വയസ്സായി ഞാൻ പറഞ്ഞിട്ട്. വെൽപ്പം നോക്കുന്നല്ലതാ, ഈ മന്ദനാണ് എല്ലാം ചെയ്ത്. അവന് മാത്രല്ല നോക്കിയ 12 വയസ്സായെന്ന് പറഞ്ഞ ഇത് നോക്കി, ഇതൊരു 12, ഇതൊരു 12. എനിക്ക് 12 വയസ്സായെന്നെ പറഞ്ഞു കൊടുത്തു. കോളർ പിടിച്ച് പറിച്ചില്ല. അല്ല അങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇവനക്ക് 12 വയസ്സല്ലോ, ആര് പറഞ്ഞു നോക്ക്. 14 വയസ്സുള്ള അവന് ആരെങ്കിലും വിശ്വസിക്കോ? 14 അഡ്വഞ്ചർ പുള്ളി ആരില്ല തുണി എടുത്ത ആള് ഇല്ലല്ലേ? ഇഷ്ടാവില്ലേ? കേരള കാട് ആടുണ്ടാവും, ആട് നമ്മളെ പോയ ആടുണ്ടാവും ഇവിടെ. നമ്മള് ശരിക്കും എന്തിനും ഇങ്ങോട്ട് വന്നേന്നറിയോ? നമ്മളെ വല്യമ്മന്റെ ആടിനെ നോക്കാൻ. ആട് ഇവിടെ എവിടോ പോയി, അങ്ങനെ ഇവിടെ എവിടോ പോയി. വീഡിയോ എടാ നമ്മളിവിടെ എന്തിനാണ് എന്ത് നമ്മളെ വല്യമ്മന്റെ ആടിയെ ഇന്നലെ കെട്ടയച്ചു വിട്ടപ്പോ സൂം ചെയ്ത് കാണിച്ചു വല്യമ്മന്റെ ആട്. ആടാണത്, കുതിര ഉണ്ടാ, വല്യമ്മന്റെ ആടല്ല. കുതിരനെ ആടിനെ തിരിച്ചറിയാൻ അറിയാത്ത ആളാണ് ബെനി. ബെനി ഞാൻ കുറച്ച് ബുദ്ധിയുള്ള ആളാണ്, ഞാൻ ബുദ്ധിയുണ്ട്. അല്ല ബെനിക്കൊന്നും തീരെ ബുദ്ധിയുണ്ട്, കാരണം 14 വയസ്സ് വരെ അല്ല എത്ര 12 വയസ്സ് വരെ. ആ ആടിനെ കാണാനാ പോണത്. ഇപ്പൊ അങ്ങോട്ട് കയറാൻ ടിക്കറ്റ് വേണം.
ആടാണ് ഈ പോണത്. അങ്ങനെ എടുക്കല്ലടാ. ആ എന്ത് എന്നെ കാണിച്ചാണ് ശരിക്കും എനിക്ക് ശരിക്ക് 19 വയസ്സായി. 20 വയസ്സുള്ള അമ്മ ഇപ്പൊ പറയാ 12 വയസ്സല്ലേ. എന്താ കാട്ടിൽ ഞാൻ പറഞ്ഞതാ ഇവനാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. നമ്മള് വല്യമാന്റെ ആടിനെ നോക്കാനാ വന്നത്. അപ്പൊ നമ്മള് ചെലവ് ചുരുക്കാനാ നോക്കണേ. അവരാടാണിത്. അതൊന്നല്ല നമ്മളാട് ഇവിടെ മടിയാ. നല്ല മഞ്ഞ കിളിയിലേ, നല്ല മഞ്ഞ കിളി. വലിയ എന്ത് വലിയ ആട്. ആ VR സോണ് മറ്റേത്. ഞാനൊരു കാര്യം മനസ്സിലായതാ. നമ്മളിങ്ങോട്ട് എന്തിനു വന്നത്? അല്ല അങ്ങനല്ല, നമ്മളിവിടെ എന്തിനാ വന്നത്? നമ്മളെ വല്യമാന്റെ ആട് പോയി നീ കാട്ടി. ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു വല്യമ്മ. അതിനെടുക്കാൻ വന്നതാണ് അല്ലേ? നമ്മളതിനല്ല നാടിന്. ആട് ഇവിടെ ഉണ്ട്. ആട് വല്യമ്മന്റെ ആട് എടാ. നമ്മളെ വല്യമ്മ എങ്ങനെന്നാ തങ്ങിനവിടെ തങ്ങി അവിടെ തങ്ങി. മറ്റേ ആ ബസ് അല്ല ആ കയറുമ്പോ കൂടെ വരുന്ന അതിനാ പറയാട്ടെ. അതിനാ ടൂറിന് വരുന്നീയാന്ന് ഒരു വല്യപ്പാന്റെ പൈസ അവിടെ തങ്ങിയില്ല. കിട്ടീന്. അവിടെ അങ്ങോട്ട് വാടാ. അവരടി വെക്കണോട്. ഇതാ ഇവിടെ രണ്ടാള് കൊറേ നേരായി. ലൈനെന്താ തോന്നണേ. 2 പെൺ പോയി ആണല്ലേ. വാടാ അങ്ങോട്ട് പോവാ. അവനിക്ക് ഒരു ബൂതിയും കൂടെ ഉണ്ടല്ലോ. അല്ല എനിക്കെല്ലാം അറിയാ. റിപ്ലൈന് എങ്ങനെ ചാട്ടുമ്പോ ഒരു ഇതുണ്ടാവും പറഞ്ഞേ. എന്നിട്ടാണ് ഒന്ന് കണ്ടിട്ട് പോയി അതുവരെ. അത് കാണാനപ്പോ അങ്ങോട്ട് വാ. ഇസിലേ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. ഇസിലേ കേരളത്തിത്തെ ഏറ്റവും വലിയ കയറ് വെട്ടി വലിക്കണ സ്ഥലത്താന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഒരു ഉപകാരം. ഇവിടെ കയറ് റോപ്പെല്ലാം കാണാനാ മന്നിയത്. പറടി ഇങ്ങോട്ട് വെക്ക്, വെച്ചു കൊടുക്കും. ഇവിടെ പറണ്ടല്ലോ. എന്താ പറണ്ടല്ലോ. ആദ്യം പറഞ്ഞോടത്തേക്ക് ഇവിടെ വലിയ ഊഞ്ഞാലുണ്ട്. വലിയ കയറ് ഇയാള് നല്ല ചെറിയാണ്. നല്ല കുട്ടിയല്ലേ വരണേ. ഞങ്ങൾ ആദ്യം മോൻ എന്തോ പറയുന്ന ഇനി അങ്ങോട്ട് പോവാൻ കഴിയും. ഇവിടുന്നിട്ടാണ് ഇവിടെ സ്റ്റിക്ക്. ആദ്യം ഇവിടെ നോക്കിട്ട് നമ്മൾ ആടിനെ ആട് ഇവിടെ ഔട്ടെങ്കി ഉണ്ടാവും കാട്ടി. ആട്ട്താ വൈകുന്നേരം പുല്ല് തിന്നാ വരുന്ന. അങ്ങോട്ട് പോവാൻ പറ്റില്ലേ? ഇവിടെ ആടില്ല. 2 ആട്ടുംകുട്ടികളാണ്. എന്ത് മുത്ത് തന്നെടാ ആട്ടുംകുട്ടിയാണ്ട പഹേ. വീണ്ടും ഇവനെന്താ പറഞ്ഞു? അതാണ് ഊഞ്ചാലി. അതാണ് ഊഞ്ചാലി. സൂം ചെയ്തെടുക്ക. ഇതിപ്പോ ഒരു ആടി വരും. ഈ കയറിയേ ഇതുമ്പോ കൂടെ ഒരു ആട് ഓട്ടി വരും. ചാടി വരും. എടാ മുഫ്രേ, ഞമ്മളെ വല്യമാന്റെ ആട് ഇത് വേണമെങ്കിലോ മാമൻ വേറെ ഇതിനെ പിടിച്ചോണ്ടിട്ടുണ്ടോ? വലിയവരുന്ന കറക്കാണല്ലേ ആട് എവിടെ? അമ്മ എല്ലാം കാണാല്ലേ. വല്യമാനെ വിളിച്ച് പറഞ്ഞാ ഗൈഡ് വീണ്ടും വിളിച്ച് വീണ് ഡാമിന്റെ അറ്റത്ത് പോവാന്ന് പറഞ്ഞു.
ആട് 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 ആടിനെ കടിക്കട്. എവിടെ അവിടെ എല്ലാം ഞങ്ങളുടെ നാട്ടില് ചിരാങ്ങപ്പുറത്ത് എന്ന് പറയുന്ന നാട്ടിലാണെങ്കിലും അവിടെ എല്ലാം അറിയുന്ന ഇവിടെ ആണെങ്കിലും എല്ലാം അറിയണ ഒരു വ്യക്തിയാണ്. പക്ഷെ ചെക്കൻ ടോപ്പാണ്. ചെക്കന് കാറിന് മുമ്പിൽ ഇരിക്കും. കാറിന് മുമ്പിൽ ഇരിക്കും. 100% പറഞ്ഞു കഴിഞ്ഞാല് 90% പോലും ready ആവില്ല. അതാ ചെക്കൻ പറഞ്ഞ് എന്താ പറഞ്ഞ് നമ്മൾ ആടാണ് ആ പറക്കാൻ പോണത്. നമ്മൾ ആടിനെ ഇടണ മേലക്ക് സുരേട്ട നമ്മൾ ആട് സുരേട്ട ആട് 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 ആടിനെ കടി ആട് ആട് സുരേട്ട ആടിനെ വിട്ടി ആട് പറക്കും ആടിനെ. ഏതാ പോക്ക് ഇങ്ങോട്ട് ഇരി ഇതൊക്കെ ഏതാ പോക്ക് അവര് പോണത്. ഫീഡിലേ നല്ല ഫീഡിലാ മതി. അതേപോലെതാ അപ്പൊ നമ്മളിന്ന് അതിന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യണ്ട, എല്ലാരും എടുക്കണം. അതും ചെടപ്പാണ്. മന്ദന് മന്ദന് കേട്ടിട്ടുള്ളൂ. അതൊക്കെതാ ആ തൊപ്പിട്ട മഹൻ എല്ലാം അറിയണ ആളമാരാണ്. ഇപ്പൊ ഇതെല്ലാം കാണിക്കാനാ കൊടുത്തത്. ഇത് കണ്ട കാറ്റുണ്ട് ഇവിടെ. വേറെന്തല്ലേ നമ്മളെ കടപ്പുറത്ത് അത്ര പോരാ കാറ്റ്. പക്ഷെ നമ്മളെ ഗൈഡ് കൊണ്ടായത് മാത്രമാണ് നമ്മളിവിടെ കാറ്റ്. മിഥിലാജിന് പ്രത്യേകമായിട്ട് ചെയ്ത ജിപ്പ് ലൈനാണ്. 12 വയസ്സ് പറഞ്ഞില്ലേ സാഹിത്യ ഈ മൂത്ത് പറയാനൊന്നും നിങ്ങൾക്കറിയാം. തടി അങ്ങനത്തെ ആളാണ്. അതായത് പിന്നെ കുഴപ്പമില്ല. എല്ലാം അറിയാന്ന് പറഞ്ഞു കൊടുന്നതാ. അപ്പോ എന്നിട്ട് അവിടെ ഇപ്പൊ വൈ അടിച്ചെന്നാ പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാം പോവാന്ന്. എന്ത് നമ്മൾ പിന്നെ കാട്ടണ്ടി. ഇപ്പൊ 100 മറ്റേ 99% പോയി. ഇപ്പൊ 100ആയി. 100% ബുദ്ധി എനിക്ക്. പക്ഷെ ആരെ ജെഫിനാണ്. ജെഫിനല്ല, ജെഫിക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് 100 അല്ല ചെക്കൻ നല്ല കാര്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാ പറഞ്ഞു. നല്ല കാര്യം എന്താന്ന് അറിയാം നിങ്ങക്ക്? ഇങ്ങോട്ട് വാ കാണിച്ചു തരാം. അതല്ല ആ ബോർഡ് ഉണ്ട് നോ എൻട്രി. അതാ നല്ല കാര്യം എന്ന് പറഞ്ഞവൻ. വെള്ള ക്യാനുള്ള കാണാൻ കൊടുക്കുന്നത്. അവിടേക്ക് ആദ്യം എൻട്രി ഉണ്ടായിണ്ടാ കണ്ടേ? ഇതെല്ലാം കണ്ട നിങ്ങള് ഇരിക്കാനുള്ള ഡാം പൊളിഞ്ഞിട്ടാണ്. അത്തതൊക്കെ കുഴപ്പമില്ല. അത്ത വയസ്സായ മക്കളെ കളിക്കാൻ പോണ ഗെയിമാണിത്. നമ്മള് പോയി കളിക്കട്ടെ. എന്ത് എല്ലാം 12 വയസ്സായ മക്കളാണ്. ഇവിടാണിപ്പോ കേറിയത്. എന്ത് നോക്കിക്കണേ? രണ്ടാളെ മാത്രം ഫോക്കസ് ചെയ്ത് മാത്രം എടുക്കരുത്, എല്ലാരും എടുക്കണം. അപ്പൊ നമ്മളിപ്പോ മൈസൂർക്ക് പോകാനുള്ള പ്ലാനിലാണ്. നമ്മളെ ഗൈഡ് പറഞ്ഞു കേട്ടില്ലേ? വേറെ വിഷയമുണ്ട്. ഇവന് വയനാട് ചുരം കയറിയപ്പോ 100% പറഞ്ഞ ഓർമ്മ. അതേപോലെ ആവരുത്. അത് നമ്മൾ മിസ്സിംഗ് ആയതാണ്. നമുക്ക് 100% ചുരം കയറും പറഞ്ഞ പേര്. സൺസെറ്റ് കണ്ട് വെയിലുകൊണ്ടിട്ട് മുടിയെല്ലാം കരിഞ്ഞില്ല. ഒരു കുന്തം പോലും കണ്ടിട്ടില്ല.
സൺസെറ്റ് എല്ലാം ഇവിടെ കാണിച്ചു അതെ ഒരു ഹോട്ടലിൽ കയറിയതാണ് അവരെ കൊണ്ട് പറയിക്കൂന്ന് വാസി വെച്ച് നടക്കാൻ ആരെ കൊണ്ടെല്ലാം പറയിക്കാൻ കഴിയണോ അവരെ കൊണ്ടെല്ലാം പറയിക്കും അതാണ് അവസ്ഥ. ഇവനൊന്നും വിശ്വസിച്ച് എവിടേക്കും പോകാൻ പറ്റില്ല. ഇനി ചോദിക്കും അല്ല അല്ല ഞാനാ ബോർഡ് പഠിച്ചു പോയിക്കോ. അതല്ല വിപ്പിളി വാങ്ങി പോണു ഫ്രേ ആ ചെക്കനിക്ക് വരെ മനസ്സിലായി അവൻ ആരാന്ന്. എനിക്ക് വരെ ഇവിടെ നോക്കി പറയും ഇവിടെ നോക്കി പറയും അവനെനിക്ക് മനസ്സിലായില്ല ഇപ്പൊ ആരാ യൂട്യൂബിലാണ് ഇതാണ് കേട്ടി മൈക്ക് എടുത്തോ മൈക്ക് എന്ത് നോക്കിക്കണേ വൺ ഡേ ഇത് എടുക്കും ഞാൻ ഉറപ്പാണ്. ഉറപ്പാണ്. അപ്പോ കൊറേ നേരമായി ഈ മുഫ്രൈ കൊറേ നേരമായി ഈ പഹനി പോവാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ആര് പിടിച്ചു വെക്കണേ മുഫ്ര പിടിച്ചു വെക്കണേ മക്കളെ. ഇത് കണ്ടേ കളിയാക്കി പഹനി ഇതെടുത്ത് കളിക്കണേ ഇത്തിരി നേരം ഇവരെ പറഞ്ഞാണ്ട് പിടിച്ചിക്കണോക്കാം. ഇത് കണ്ടേ കച്ചറാക്കണോക്കാം കച്ചറാക്കണേ മീനി ബനാ. ഒരു കഥയൊക്കെ ഉണ്ട് ഇവിടെ ഇത്രയും പ്രശ്നത്തിന് വേണ്ടി തടി ഇൻസ്റ്റേ പോസ്റ്റ് ഇട്ടിന് അതിപ്പോ സ്റ്റോറി ഇട്ട് കൊടുത്തിട്ടില്ല. എന്താ കാട്ടി കൊടുത്തിന് സൗണ്ട് കേൾക്കാൻ ഇങ്ങോട്ടേക്ക് എടാ അവനിക്ക് കൊടുക്കും മൈക്കൊന്നും അല്ല ഇങ്ങോട്ടേക്ക് എവിടെ പോയാലും പറയിക്കൂന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അതാണ് ഈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്താ കണ്ടേ എവിടെ പോയാലും പറയിപ്പിക്കും. കണ്ടേ അവരെ കൈമന്ന് അവരെ ഹോട്ടലിന്റെ ബോർഡും കാര്യങ്ങളെല്ലാം വാങ്ങിയാണ് കളിക്കണൊക്കെ. ആ അതും എടാ ഇവനെ എനിക്ക് ഇവിടെ പണി തന്നാ കൊടുക്കോ? ഒരു 1000 കൊടുത്താ പോലും നിങ്ങൾക്ക് മുതലാവൂല. എന്താ ഭക്ഷണം കഴിച്ചിട്ടാ? ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ഹോട്ടൽ തന്നെ വിൽക്കേണ്ടി വരും. ഇവന്റെ തിന്നലുണ്ട്. നമുക്ക് 2 ഹോട്ടലുണ്ട്, 2 ബിൽഡിംഗ് ഉണ്ട്. കാട്ടിക്കോൾ തന്നെ. അല്ല ഇവന്റെ അടുത്ത് ചോദിച്ചോ. വെച്ചാല് ഒരു 600 700 അവനെടുക്കടാ അവന്റെ കളി അവന്റെ കോപ്രായങ്ങൾ എടുക്ക്. ആ കൊടുക്കട കൊട്ടിതൊക്കെ കാറി സൗണ്ട് കൂടി പ്രശ്നം. എന്താ എന്റെ പ്രശ്നം ഉണ്ടോ? എന്റെ പ്രശ്നം പറഞ്ഞു പ്രശ്നം. എന്ത് സംഭവം? കാറി ഇരിക്കുമ്പോ സൗണ്ട് കിട്ടില്ല. അവക്ക് കേക്കാനുള്ളത് അവൻ മുന്നിലാകുമ്പോ കാർ നിർത്തിക്കാൻ ഉറക്കനിട്ടാണ് ആളപ്പുറം മാറി. ഉണ്ടാക്കിയ പ്രശ്നം പോരെ ഇങ്ങോട്ട് വാ. ഈ കളിയൊന്നും കളിക്കരുതാ. അവന്റെ കളിയാണ്ടേ അവന്റെ അപ്പൊ പിന്നെ കളിയുണ്ട് പറയിപ്പിക്കുന്ന
വയനാട് ഓട്ടം കാണിച്ചപ്പോ വയനാട് ആ അതുമ്പോ GPS-ന്റെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിന്. വണ്ടി നോക്കറ വാടാ ഇങ്ങോട്ട് അവിടെ ആളുണ്ട് വണ്ടിയില്. പണിക്കല് നിക്കറി എന്നാ പോവാ നമുക്ക്. അപ്പൊ എല്ലാരും ഇറങ്ങി വരാണ് കേട്ടാ. അപ്പൊ എല്ലാരും പോവാണ്. തെറിക്കാണ് നമ്മള് തെറിക്കാണ്. പക്ഷെ ഹോട്ടലിലേക്ക് ഒരു സഹായം ചെയ്തു കൊടുത്താട്ടെ. സഹായം ചെയ്യും. നന്ദി. പക്ഷെ അവനിപ്പോഴും അതും പിടിച്ചിരിക്കാണ്. ഒരു സ്നേഹ